യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ആ അച്ഛന് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ യോഗി വിശദീകരിച്ചു. നിങ്ങളുടെ 5 കുഞ്ഞുങ്ങളും നിങ്ങളിലുള്ള നന്മയുടെയും ഗുണത്തിന്റെയും പ്രതിഫലനമാണ്. പക്ഷേ നിങ്ങൾ അറിയാത്ത നിങ്ങളിലുള്ള തിന്മയുടെ പ്രതിഫലനമാണ് 6ാമത്തെ മകൻ. ഓനെ അർജുൻ, പ്രിയ ഇങ്ങനെയായത് ഞാൻ കാരണമാണോ? ഞാൻ വളർത്തിയ കുഞ്ഞുങ്ങളിൽ അവൾ മാത്രം എങ്ങനെ ഇങ്ങനെയായത്? ഈശ്വരൻ എന്നെ പരീക്ഷിക്കുന്നതാണോ? എന്താ അച്ഛാ? അച്ഛാ, അങ്ങനൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. പ്രിയയുടെ ഉള്ളിൽ ജന്മനാ ഉള്ളതാണ് ഈ തിന്മ. അച്ഛൻ നൽകിയ നല്ല ഉപദേശങ്ങളും പാഠങ്ങളും ഒക്കെ അവളെ സംബന്ധിച്ചിടത്തോളം കമഴ്ത്തി വെച്ച് കൂടത്തിന്റെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ ഉള്ളെന്ന് മാത്രം. അതെ, അവളെ കുറിച്ചുള്ള രഹസ്യങ്ങൾ നമ്മൾ ഒളിച്ചു വെച്ചതാണ് അർജുൻ തെറ്റായിപ്പോയത്. സ്നേഹസദനത്തിൽ അന്തേവാസികളുടെയും പൂജയുടെയും അർജുന്റെയും ജീവനെ കരുതിയാണ് പൂജയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞാൻ ഒളിച്ചു വെച്ചത്. അത് അബദ്ധമായി പോയി. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ സ്വന്തം അച്ഛൻ മകളെ ജയിലിൽ അടയ്ക്കാൻ ഇറങ്ങി തിരിച്ചതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നമുക്ക് പറ്റിയ തെറ്റ് നമുക്ക് തന്നെ തിരുത്തണം. അതിന് മോൻ എന്റെ കൂടെ നിൽക്കണം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? നന്ദനോട് നമുക്ക് സത്യം തുറന്നു പറയാം. പൂജയാണ് മകളെന്ന് നമുക്ക് അയാളെ ബോധ്യപ്പെടുത്താം. അത് നന്ദനങ്ങൾ ഇനി വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പൂജയോടുള്ള വാത്സല്യവും സ്നേഹവും കാരണം നമ്മൾ കള്ളക്കഥ ഉണ്ടാക്കുകയാണെന്ന് അവര് പറഞ്ഞാൽ അവരുടെ പക്ഷത്ത് ഇപ്പൊ ആൾബലം കൂടുതലാണ് അച്ഛൻ. നന്ദനങ്ങളിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതിന് പിന്നില് മറ്റൊരാൾ കൂടി പങ്കുണ്ട്. ശങ്കർറാമന്. ശങ്കർറാമും സേനാപതിയും തമ്മില് അടുത്ത ബന്ധമുണ്ട്. പ്രിയ പെരുമാറുന്നത് അവരുടെ ചരടുവലിക്ക് അനുസരിച്ചാണ്. ഈ സമയത്ത് പൂജയാണ് മകളെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവര് ചിലപ്പോൾ മറ്റേതെങ്കിലും രീതിയിൽ പ്രതികരിക്കും. നന്ദനങ്ങളിനെയും അരുണിമാന്റെയും പൂജയെയും ഒരിക്കൽ ഒരുമിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിന് പിന്നിലും ഒരുപക്ഷെ ഇവർക്ക് പങ്കുണ്ടെങ്കിലും. അർജുൻ, മോനെന്തായി പറയുന്നേ? എന്റെ സംശയമാണ് അച്ഛാ. അരുണിമാന്റി പറഞ്ഞതും പിന്നെ അച്ഛൻ പറഞ്ഞതും പഴയ കാര്യം എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ എനിക്ക് തോന്നിയ സംശയം. എന്നാ നമുക്ക് അരുണിമയോട് ആ സത്യം പറഞ്ഞാലോ? മോൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അരുണിമയോട് നമുക്ക് സത്യമെല്ലാം വെളിപ്പെടുത്തിയാലോ? അരുണിമാന്റി വെളിയിലിറക്കാൻ നമ്മൾ പറയുന്ന ഒരു പ്രധാന കാര്യം അവരൊരു പേഷ്യന്റ് ആണെന്നുള്ളതാ. മാത്രമല്ല, സ്വന്തം അമ്മ തന്നെയാണ് അരുണിമാന്റി എന്നറിഞ്ഞാൽ പൂജ സാക്ഷിയുടെ കൊലപാതക കുറ്റം കൂടി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ ഒരു സൊല്യൂഷൻ? പൂജയെ അരുണിമയും നമ്മൾ എത്ര കാലം ജയിലിൽ കിടത്തും? അവര് പുറത്തിറങ്ങാൻ അധികം വൈകത്തൊന്നുമില്ല അച്ഛാ. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന് പറയാറില്ലേ? ഞാൻ അതാ ചെയ്യാൻ ശ്രമിക്കുന്നത്. അച്ഛനോട് ഞാൻ പിന്നീട് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. ഒരു കാര്യം ഉറപ്പ്, പൂജയും അരുണിമാന്റെയും പുറത്തിറക്കുന്നതോടെ കുറെ കാര്യങ്ങൾ കൂടി നമ്മൾ പുറത്തു കൊണ്ടുവരും. ഇപ്പൊ ഇത്രയും ക്ഷമിക്കുന്നത് ഭാവിയിൽ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാനാണെങ്കിൽ അതല്ലേ നല്ലത് അച്ഛാ? മോൻ അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ പൂജ ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എന്റെ ഭാര്യ കൂടിയല്ല അച്ഛാ പൂജ. ഞാൻ അവളെ പുറത്തിറക്കിയിരിക്കും. എന്നാ പിന്നെ ഞാൻ അവളെ ഒന്ന് പോയി കണ്ടോട്ടെ. ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറയും. അച്ഛന്റെ മനസ്സാകെ കലങ്ങിയിരിക്കുക. ഈ സമയത്ത് നേരിട്ട് കണ്ട ചിലപ്പോ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അതെ, അത് ശരിയാണ്. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു. ഞാനൊന്ന് കിടക്കട്ടെ മോനെ.
വക്കീലെ, കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? എന്നാ ഒന്ന് നന്നായി ചിരിച്ചൂടെ? അത് ശരിയാ അർജുൻ. ചിരിക്കാനുള്ളതൊക്കെ ഇപ്പോഴേ ചിരിക്കുന്നത് നല്ലതാ. ഇനി ചിലപ്പോ അതിന് പറ്റിയെന്ന് വരില്ല. എന്റെ മോളോട് ചെയ്തതിന്റെ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടേ ഈ കോടതിയിൽ നിന്ന് നിന്റെ ഭാര്യയെ ഞാൻ പറഞ്ഞയക്കൂ. കൊണ്ടുവാ. ചെല്ല്. കേസ് നമ്പർ CR 296 2023 പൂജ. യുവർ ഓണർ, യെസ് പ്രൊസീഡ്. ഒരു ബെയിൽ ഹർജിയാണ്. ഇത് വാദം കേൾക്കാതെ അനുവദിക്കാൻ പറ്റില്ലല്ലോ വക്കീലേ. ചാർത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം ഗുരുതരമാണല്ലോ. യുവർ ഓണർ, ചാർത്തിയിരിക്കുന്ന വകുപ്പുകൾ 363-ഉം 307-ഉമാണ്. അത് രണ്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് മനഃപൂർവ്വം കൂട്ടിച്ചേർത്ത് തയ്യാറാക്കിയ FIR ആണ്. കിഡ്നാപ്പും അറ്റംപ്റ്റ് മർഡറും ആരോപിക്കാനുള്ള ഒരു എവിഡൻസും ഈ കേസിൽ പോലീസ് സമർപ്പിച്ചിട്ടില്ല. ആക്ച്വലി ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പൂജ അന്നേ ദിവസം നടന്ന മറ്റൊരു കേസിൽ സാക്ഷിയായി വിസ്തരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ കേസിൽ പ്രതിയാക്കാൻ സാധിക്കാത്തതിലുള്ള പ്രതികാരം തീർക്കലാണ് ഇപ്പോ എന്റെ കക്ഷിക്കെതിരെ നടന്നിട്ടുള്ളത്. ഒരു സംശയം ആരോപിച്ചുകൊണ്ടാണ് എന്റെ കക്ഷിയെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ 2 ദിവസമായി എന്റെ കക്ഷി ജയിലിനുള്ളിലാണ്. യാതൊരു സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സും തെളിവായി ഹാജരാക്കാനില്ലാതെ എന്റെ കക്ഷിയെ ജയിലിൽ പാർപ്പിക്കാന്നുള്ളത് മിനിമം മനുഷ്യാവകാശ ലംഘനമാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ മാത്രം ഇടാവുന്ന ഒരു കേസ് ഇത്രയും വഷളാക്കിയതിൽ പോലീസിന് നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ആയതിനാൽ എന്റെ കക്ഷിക്ക് നിരുപാധിക ജാമ്യം അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രോസിക്യൂഷൻ എന്താ പറയാനുള്ളത്? യുവർ ഓണർ, എന്റെ എതിർഭാഗം വാദിക്കുന്ന അഡ്വക്കേറ്റ് അർജുൻ ഈ കേസ് കുറച്ചുകൂടി പഠിച്ച് തയ്യാറെടുപ്പോടെ ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ കക്ഷി സ്വന്തം ഭാര്യയായതുകൊണ്ടുള്ള വൈകാരിക പ്രശ്നങ്ങളാൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല. മിസ്റ്റർ അടിക, വ്യക്തി പരാമർശങ്ങൾ ഒഴിവാക്കി കേസ് പറഞ്ഞാൽ മതി. യെസ് യുവർ ഓണർ, ഐ എം കമ്മിങ് ടു ദ പോയിന്റ്. കുപ്രസിദ്ധമായ സാക്ഷി കൊലക്കേസിന്റെ വിചാരണ ഇതേ കോടതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ എതിർഭാഗം വക്കീലിന്റെ വീട്ടിൽ വെച്ച് സാക്ഷി കൊല്ലപ്പെട്ട അതേ ദിവസം ആ വീട്ടിൽ നിന്ന് കാണാതായ തന്റെ മകളെപ്പറ്റി അഡ്വക്കേറ്റ് നന്ദഗോപൻ സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിലാണ് പോലീസ് ഈ കേസ് അന്വേഷിച്ചത്. ആ കേസിലാണ് പോലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കണ്ടെത്തിയത്. പ്രിയയുടെ രക്തം പുരണ്ട വസ്ത്രമാണത്. ഈ വേളയിൽ ആ വസ്ത്രം കണ്ട് തിരിച്ചറിഞ്ഞ പ്രിയയുടെ മുത്തശ്ശി ശ്രീമതി മഹേശ്വരി അമ്മയെ വിസ്തരിക്കണമെന്ന് അപേക്ഷിക്കും. യെസ്. മഹേശ്വരി അമ്മ,